ജന്മം കൊണ്ട് രണ്ടാം മൂഴക്കാരനായവൻ ഭീമൻ. പ്രണയത്തിലും രണ്ടാം മൂഴക്കാരൻ ഭീമൻ. ആയോധനത്തിൽ, ജ്ഞാനത്തിൽ, കൗശലത്തിൽ, ചതിയിൽ, എല്ലായിടത്തും രണ്ടാം മൂഴക്കാരൻ. ഗംഗയുടെ കയങ്ങളും അരക്കില്ലവും അതിജീവിച്ച ഞങ്ങൾ പാണ്ഡവന്മാർ. ദേവന്മാരുടെ അനുഗ്രഹം ഞങ്ങൾ പാണ്ഡവർക്കാണെന്ന് പഴമക്കാർ പറയും. ഈ ഇളം തണുപ്പുള്ള ഈ രാത്രി, ആ നനുത്ത സൗന്ദര്യം ഒഴുകിയെത്തുന്നുണ്ട്. എന്റെ ദ്രൗപദി, താമരപ്പൂവിന്റെ സുഗന്ധം. ദ്രൗപദി, ഹിഡുമ്പി, ഹിഡുമ്പി. ഇതുപോലൊരു കാട്ടിൽ ഒരു കാട്ടുപെണ്ണിൻ്റെ കരം പിടിച്ചും കരുത്തുള്ള ഒരു കറുത്ത പുത്രനെ പകരം തന്നിട്ട് നാട്ടുരാജൻ നീ പോയത് ഓർക്കുന്നുണ്ടോ? എനിക്ക് ദുഃഖം പൊറുക്കാൻ വയ്യ. എന്തിന്? ഗന്ധമാദനത്തിൽ നിങ്ങൾക്ക് തുണയ്ക്ക് വന്ന കുട്ടി, പാണ്ഡവർക്കുണ്ടായ ആദ്യത്തെ സന്തതി. ഘടോൽകജൻ, എന്റെ മകൻ. അവനെ കണ്ട നാൾ രോമാഞ്ചത്തോടെ പുഞ്ചിരിക്കുന്ന അവന്റെ മുഖം. അവനെ പുണരുവാൻ എന്റെ കൈകൾ നീണ്ടു. പക്ഷേ ഹിഡുമ്പി, നിന്നെക്കുറിച്ച് മാത്രം ഞാനൊന്നും ചോദിച്ചില്ല. ഇപ്പോൾ താമരപ്പൂവിന് സുഗന്ധമില്ല, മനുഷ്യന്റെ വിയർപ്പിന്റെ മണം മാത്രം. ദ്രൗപദിയുടെ വിയർപ്പിന് താമരപ്പൂവിന്റെ സുഗന്ധമാണ്. ഈ പൂക്കൾ അവൾക്കിരിക്കട്ടെ. ഹിഡുമ്പി, പാണ്ഡവപുത്രനായ കാറ്റിൻ മകന് മനം നിറയെ പാഞ്ചാലിയാണെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? മനക്കണ്ണ് നിറയെ, മനക്കോട്ട് നിറയെ. നനുത്ത കാറ്റ്, തരളിതമായൊരു ഉന്മാദം. കാറ്റിൻ മകൻ, എൻ കണവൻ. അഞ്ജന ശ്ലാഘ, നീലത്താമര ഇതളുകൾ, എള്ളിൻ പൂക്കൾ, മന്ദാരമുട്ടുകൾ, മതകുംഭങ്ങൾ. ഈ താമരപ്പൂക്കൾ നിനക്കാണ് ദ്രൗപദി. അർജുനൻ തീർത്ഥാടനത്തിന് പോയതോ അതോ മാരകേളിക്കോ? എനിക്ക് നിശ്ചയമില്ല. ഒരു നാഗകന്യയുടെ കാര്യം കേട്ടു. നാഗന്മാർ നല്ലവരാണോ? ഉവ്വ്, മറ്റൊന്നുകൂടി ഞാൻ കേട്ടു. മണിപ്പൂരിലെ ഒരു ചിത്രവാഹനന്റെ മകൾ. ക്ഷത്രിയരാണോ എന്തോ? തീർത്ഥയാത്രയിൽ അർജുനന് സുന്ദരിമാരെ കിട്ടുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല. സുഭദ്ര കറുത്തിട്ടാണോ? യാദവ സ്ത്രീകളുടെ സൗന്ദര്യത്തെ പറ്റി
ആരും പാടിപ്പുകഴ്ത്തുന്നത് ഞാൻ കേട്ടിട്ടില്ല. അർജുനൻ വന്നു. അർജുനൻ. ഭീമജേഷ്ഠന് അർജുനന്റെ പ്രണാമം. നന്നായി വരട്ടെ. അർജുനന്റെ കണ്ണുകൾ താമര ഇതളുകൾ പോലെയാണ്. തേരും ആനയും കാലാളും വെച്ച് ചതുഷ്പാദങ്ങളിൽ യുദ്ധം പഠിക്കേണ്ടവരാണ് രാജകുമാരന്മാർ. ഒറ്റത്തേരിൽ ശത്രുക്കളെ ജയിക്കാൻ കഴിയുമ്പോഴേ രഥവീരനാകൂ. എല്ലാ മുഖങ്ങളും എനിക്ക് അന്യമാണ്, എന്നെ അമ്പെയ്ത് വേട്ടവനൊഴികെ. പല പുതിയ അസ്ത്രങ്ങളെ പറ്റിയും ഞാൻ കേൾക്കുന്നുണ്ട്. ധനുർവേദത്തിൽ പറയാത്ത അസ്ത്രങ്ങൾ പലതും ആളുകൾ പരീക്ഷിച്ചു തുടങ്ങിയിരിക്കുന്നു. അർജുനനല്ലാതെ വേറൊരാളെ സങ്കല്പിക്കാൻ കൂടി എനിക്ക് വയ്യ. ഇതൊരു സാധാരണ പൂ തന്നെ, പക്ഷേ വല്ലാത്ത സുഗന്ധം. സർപ്പവിഷം മുനയ്ക്കുള്ളിൽ ഒളിപ്പിച്ച നാഗാസ്ത്രങ്ങൾ തൊടുത്തുവിട്ടാൽ തിരിച്ചു വരുന്ന തീക്ഷ്ണ ബാണങ്ങൾ. കുരുവംശത്തിലെ പുരുഷന്മാർ മുഴുവൻ സ്ത്രീകളുടെ കണ്ണീരെ കണ്ട് രസിച്ചവരാണ്. അവൾ അർജുനനെ മാത്രമേ സ്നേഹിച്ചിരുന്നു. അവൾ അർജുനനെ മാത്രമേ സ്നേഹിച്ചിരുന്നുള്ളൂ. രാജസൂയത്തിൽ എന്റെ അരികിലിരിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ അർജുനനിലായിരുന്നു. ഇപ്പോൾ താമരപ്പൂവിന് സുഗന്ധമില്ല, മനുഷ്യന്റെ വിയർപ്പിന്റെ മണം മാത്രം. പൊതുവെ നന്നായിരുന്നു. ഇത്തരം കഥകൾക്കൊരു ചെറിയ ഒരു പരിമിതിയുണ്ട്. അതൊരു സ്റ്റൈലൈസ്ഡ് ആക്ടിങ്ങിൽ മാത്രമാണ് ഒതുങ്ങുക. ഈ സ്റ്റൈലൈസേഷൻ പലപ്പോഴും വരുമ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന വലിയൊരു ഭീഷണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ തരത്തിലുള്ള അഭിനയ രീതികൾ വരും എന്നുള്ളതാണ്. അതിനെ പലപ്പോഴും അത് മറികടക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് വന്ന ഒരു ചെറിയ സംഗതി ഒരേ തരത്തിലുള്ള അഭിനയ രീതികൾ വന്നു എന്നുള്ളതാണ്. റെൻഡറിങ് മിക്കവാറും ഒരേപോലെ അല്ലേ, ചലനങ്ങൾ ഒരേപോലെ, അങ്ങനത്തെ ഒരു ഭീഷണി ഇത്തരം കഥകൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ പലപ്പോഴും നമ്മൾ അഭിമുഖീകരിക്കുന്നതാണ്. അതാണ് നിങ്ങൾക്ക് വന്ന ചെറിയൊരു ദോഷം. പക്ഷേ ഓവറോൾ നന്നായിരുന്നു. നിങ്ങളുടെ ചലനങ്ങളും നിങ്ങളുടെ വരവും നിങ്ങളുടെ ആശയപരമായുള്ള നിങ്ങളുടെ ആവിഷ്കാരം വളരെ നന്നായിരുന്നു. തിരസ്കരിക്കപ്പെടുന്ന പ്രണയം ഒന്ന്, രണ്ട് ദി അതർ സൈഡ് ഓഫ് ദ ഹിൽ, അക്കര പച്ച എന്ന് പറയുന്ന അങ്ങനെ ഒന്ന് രണ്ട് ഇമേജസാണ് എനിക്ക് എൻ്റെ മനസ്സിൽ വന്നത്. തിരസ്കരിക്കപ്പെടുന്ന പ്രണയമാണ് എപ്പോഴും ഏറ്റവും വേദനയുള്ള പ്രണയം. പക്ഷേ അതേസമയം നമുക്ക് കിട്ടുന്ന പ്രണയം നമുക്ക് ആസ്വദിക്കാനും പറ്റുന്നില്ല എന്നുള്ള ഒരു മനുഷ്യൻ്റെ ഒരു സാധാരണ മനുഷ്യൻ്റെ പച്ചയായ അവസ്ഥയാണത്. അത് വളരെ ഭംഗിയായിട്ട് അത് നിങ്ങൾക്ക് നാലുപേർക്കും ആവിഷ്കരിക്കാൻ സാധിച്ചു. ഇപ്പം ഈ സ്ക്രിപ്റ്റിംഗ് പോലെ തന്നെയാണ്, അതിനേക്കാൾ പ്രയാസമാണ് ഇതിൻ്റെ ഇത്തരം സ്റ്റൈലൈസ്ഡ് പ്ലേ എങ്ങനെ ട്രൂഫുൾ അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ട് ആക്ട് ചെയ്യും എന്നുള്ള ചലഞ്ച്. അത് വളരെ വളരെ വലിയ ചലഞ്ചാണ്. ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ തിങ്. ഓവർനൈറ്റിലൊന്നും നമുക്കിത് മാറ്റിയെടുക്കാനും പറ്റില്ല. പക്ഷേ നമ്മളൊരു ശ്രമം നടത്തിയിരുന്നു, അതിൻ്റെ ഫലം കാണാനും ഉണ്ടായിരുന്നു. ഈ രണ്ടാമൂഴം എന്നുള്ള സാധനം എടുക്കാനും അത് ചെയ്യാനും തോന്നിയ നിങ്ങളുടെ നാല് ആക്ടേഴ്സിനും നിങ്ങൾക്ക് ഭാവിയിൽ ഒരുപാട് ഗുണം ചെയ്യും. അത് ഒരുപാട് ഗുണം ചെയ്യും. ആൻഡ് താങ്ക് യു വെരി മച്ച്. നന്നായിരുന്നു, ഞാൻ ആസ്വദിച്ചു. ഓക്കെ, താങ്ക് യു. ഫസ്റ്റ് അപ്രീസിയേഷൻ ഫോർ ദ ഗെറ്റപ്പ് വളരെ നന്നായിരുന്നു. അതിൽ ഹിഡിംബിയെ മാത്രം
ഹിഡിമ്പിയായിട്ട് തോന്നിയില്ല. ഒരു ക്യൂട്ടായിട്ടൊരു സാധനം. അത് ബോഡി ലാംഗ്വേജിൽ ശ്രദ്ധിക്കണമായിരുന്നു. മൊത്തത്തിൽ ഐ എൻജോയ്ഡ് ഇറ്റ്. കീപ് ഇറ്റ് അപ്പ്.